മുറുക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ബിജെപിയുടെ നേതാവ് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ നമ്മുടെ ഭരണഘടനാ ശില്പിയായ പ്രിയങ്കരനായ അധസ്ഥിത വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി പോരാട്ടം നയിച്ച പ്രിയങ്കരനായ നേതാവ് അംബേദ്കറെ ഏറ്റവും മോശമായി അവഹേളിക്കുന്ന കാഴ്ച നമ്മൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് കണ്ടു. അമിത്ഷായുടെ ഈ ഹീനമായ പ്രവർത്തനത്തിനെതിരെ അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടക്കുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ നടക്കുന്ന കലക്ട്രേറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നിലായി കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ പിന്നോക്ക വിഭാഗത്തിന് ഏറ്റവും വലിയ ജനാധിപത്യ അവകാശങ്ങൾ ഉറപ്പു നൽകിയ മഹിതമായ ഭരണഘടനയെ പോലും ഇല്ലാതാക്കുന്ന ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറെ അപമാനിക്കുന്ന തരത്തിൽ പാർലമെന്റിനകത്ത് പ്രസ്താവന നടത്തിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമ്പോൾ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന കലക്ട്രേറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ, ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ, ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും രാജ്യവ്യാപകമായി കോൺഗ്രസ് നടന്ന പ്രക്ഷോഭത്തിൽ അണിചേരണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇന്ത്യയുടെ ജനാധിപത്യ പോരാട്ടത്തിന് കരുത്ത് പകർന്ന, ഇന്ത്യയുടെ ജനാധിപത്യത്തിന് കരുത്ത് പകർന്ന ഏറ്റവും മഹിതമായ ഒരു ഭരണഘടന ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത പ്രിയങ്കരനായ ജനാധിപത്യത്തിന്റെ പോരാളി ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ച ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടക്കുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നടക്കുന്ന കലക്ട്രേറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരുന്നത്. ഈ മാർച്ച് ബഹുമാനായ കാസർഗോഡിന്റെ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ PK ഫൈസൽ അധ്യക്ഷത വഹിക്കും. പ്രിയമുള്ളവരെ, ഇന്ത്യൻ ജനാധിപത്യത്തിന് കറുത്ത ദിനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഭരണഘടനയെ പോലും തച്ചു തകർക്കുന്ന രീതിയിൽ ഈ രാജ്യത്തിന്റെ പാവങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തെ അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി ഏറ്റവും അഹിതമായ ഒരു ഭരണഘടന രാജ്യത്തിന് സംഭാവന ചെയ്ത ജനാധിപത്യ പോരാളി പ്രിയങ്കരനായ ഡോക്ടർ BR അംബേദ്കറെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് അപമാനിച്ച ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം നടക്കുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന കലക്ട്രേറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഏറ്റവും പ്രിയങ്കരനായ നേതാവ് ശ്രീ ഡോക്ടർ BR അംബേദ്കറെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് അപമാനിച്ച ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സംഘപരിവാറിന്റെ ഒറ്റത്തോരൻ അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടക്കുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ നടക്കുന്ന കലക്ട്രേറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരുന്നത്. പ്രിയങ്കരനായ കാസർഗോഡിന്റെ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ PK ഫൈസൽ അധ്യക്ഷത വഹിക്കും. പ്രിയമുള്ളവരെ, ജനാധിപത്യത്തിന്റെ കറുത്ത ദിനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും മഹിതമായ നമ്മുടെ ഭരണഘടനയെ പോലും ഇല്ലാതാക്കുന്ന തരത്തിൽ മതേതരത്വ ജനാധിപത്യ പോരാളി ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് അപമാനിച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന കലക്ട്രേറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടന്ന ജനാധിപത്യ പോരാട്ടങ്ങളിൽ നിങ്ങൾ ഏവരും അണിചേരണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ
നാവിൽ നിന്നും വാക്കുകൾ വീണാൽ തിരിച്ചടിക്കും കട്ടായം നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് രാജ്യത്തിന്റെ നിയമശില്പി ഭാരതമണ്ണിന്റെ അഭിമാനം അംബേദ്കറെ അപമാനിച്ചു അഭിഷായെന്നൊരു മൂരാച്ചി രാജിവെച്ച് പോപ്പുറത്ത് പ്രതിഷേധിക്കുക നാട്ടാരെ ഒന്നത്തടിയാ കാട്ടാള മരണത്തിന്റെ വ്യാപാരി നിങ്ങളുടെ നാവിൽ നിന്നും കൊഴുത്തുനാറിയ വാക്കുകൾ വീണാൽ തിരിച്ചടിക്കും കട്ടായം നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. പ്രിയപ്പെട്ടവരെ, എല്ലാ നേതാക്കളും ഒന്ന് കുറച്ച് സൈഡായി നിന്നാൽ വെയിൽ കൊള്ളാതെ എല്ലാവർക്കും പ്ലീസ്. എല്ലാവർക്കും വന്ന നേതാക്കന്മാർ കുറച്ച് സൈഡായി പ്ലീസ്. ഈ പ്രതിഷേധ മാർച്ചിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷിനെ ക്ഷണിക്കും. എത്രയും ബഹുമാനായ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരുടെ, പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ബഹുമാനായ UDFന്റെ കൺവീനർ ശ്രീ ഗോവിന്ദൻ നായർ, പ്രിയപ്പെട്ട ശ്രീ നീലകണ്ഠേട്ടൻ, പ്രിയങ്കരായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹിളാ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാക്കളെ, നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനകരമായി മാറിക്കൊണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇത്രമാത്രം ആരാധനയോടെ ബഹുമാനത്തോടെ നമ്മളൊക്കെ കാണുന്ന ഡോക്ടർ BR അംബേദ്കർ എന്ന രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയെ അപമാനിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ കളങ്കമാക്കി മാറ്റിയ RSSന്റെ നേതാവും രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ അമിത്ഷായ്ക്കെതിരെ രാജ്യമൊട്ടാകെ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ഇതുപോലെ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാർച്ചിൽ ഇവിടെ സംബന്ധിക്കാൻ എത്തിയ പ്രിയങ്കരനായ നമ്മുടെ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവർക്കാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ബഹുമാന്യനായ MP-യെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ മാർച്ചിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രിയങ്കരനായ DCCയുടെ അമരക്കാരൻ ശ്രീ PK ഫൈസൽ അവർ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ സംസാരിക്കാൻ എത്തിച്ചേർന്ന ജില്ലാ UDF കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ A ഗോവിന്ദൻ നായർ അവർ, KPCCയുടെ സെക്രട്ടറി ശ്രീ A നീലകണ്ഠൻ അവർ, പ്രിയപ്പെട്ട മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഹക്കീം കുന്നിൽ, പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ മിനി ചന്ദ്രൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മറ്റു ഭാരവാഹികൾ, പോഷക സംഘടനകളുടെ പ്രസിഡന്റുമാർ, യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രിയപ്പെട്ട നേതാക്കന്മാർ, KSUവിന്റെ പ്രസിഡന്റ് ശ്രീ ജവാദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എല്ലാവരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മാർച്ചിൽ അധ്യക്ഷത വഹിക്കാൻ പ്രിയപ്പെട്ട DCC പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. ആദരണീയനായ ഈ മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന കാസർഗോഡ് ജില്ലയുടെ പാർലമെന്റിലെ ജനകീയ MP-യും പാർലമെന്റിനകത്ത് BJPക്കെതിരായി ശക്തമായി പോരാട്ടം നടത്തുന്ന ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവർ, മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഹക്കീം കുന്നിൽ, UDFന്റെ ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ, KPCC സെക്രട്ടറി K നീലകണ്ഠൻ,
KPCC മെമ്പർ മീനാക്ഷി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പോഷക സംഘടനയുടെ നേതാക്കൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, മറ്റ് സഹപ്രവർത്തകന്മാർ, AICCയുടെ ആഹ്വാനപ്രകാരം ഇന്ന് രാജ്യത്തെ എല്ലാ കളക്ടറേറ്റിന് മുമ്പിലും ഭരണഘടനാ ശില്പി BR അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ ഈ കളക്ടറേറ്റിന് മുമ്പിലാണ് ഈ മാർച്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ മാർച്ചിന് ശേഷം രാഷ്ട്രപതിക്കുള്ള നിവേദനവും ഇന്ന് കളക്ടർക്ക് സമർപ്പിക്കുകയാണ്. ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയെ പോലും അപമാനിക്കുന്ന രൂപത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾക്കാണ് BJPയും രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ എല്ലാം ഇന്ന് നേതൃത്വം നൽകുന്നത്. ഇതിനെതിരെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽജിയുടെ നേതൃത്വത്തിൽ, നമ്മുടെ MP-മാർ, ആദരണീയനായ നമ്മുടെ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ നേതൃത്വത്തിലുള്ള MP-മാർ എല്ലാവരും ഡൽഹിയിൽ അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അതിനുശേഷം ഓരോ സംസ്ഥാനങ്ങളിലും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി പോരാട്ടങ്ങൾ നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോരാട്ടം നടത്തി. രാജ്യവ്യാപകമായ സമര പോരാട്ടങ്ങളുടെ ഭാഗമായാണ് ഇന്നിപ്പോൾ ഈ കളക്ടറേറ്റിന് മുമ്പിലും ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിശദമായ കാര്യങ്ങൾ ആദരണീയനായ നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിക്കും. അതുകൊണ്ട് ഈ മാർച്ചിൽ സംബന്ധിച്ച മുഴുവൻ നേതാക്കളെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി നമ്മുടെ ആരാധനായ പ്രിയപ്പെട്ട MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരുടെ ആദരവോട് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്. ബഹുമാനപ്പെട്ട ഈ ജാഥയുടെ നായകനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ ശ്രീ PK ഫൈസൽ, KPCCയുടെ സെക്രട്ടറി, അതുപോലെ DKTFന്റെ ശ്രീ വാസുദേവൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, KPCCയുടെ മറ്റ് നേതാക്കന്മാർ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ മുഴുവൻ കളക്ട്രേറ്റുകളുടെ മുമ്പിലും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ ശ്രീ അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യമുന്നയിച്ചാണ് ഇത്തരമൊരു രാജ്യവ്യാപകമായ പ്രക്ഷോഭണത്തിന് കോൺഗ്രസ് തയ്യാറായത് എന്നുള്ളതിനെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ പരിശ്രമം. നിങ്ങൾക്കറിയാം, 18ാം ലോക്സഭയുടെ ശൈത്യകാല സമ്മേളനം ആരംഭിച്ചത് നവംബർ മാസം 25-ാം തീയതിയാണ്. തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ അദാനിക്കെതിരെ പ്രധാനമന്ത്രി സഭയിൽ വരണമെന്നും സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടു. അദാനി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രിക്ക് വളരെ ക്ഷീണമാണ്. ആദ്യത്തെ ഒരാഴ്ച കാലം 50,000 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് ഈ സോളാറുമായി ബന്ധപ്പെട്ട് അദാനി നടത്തിയത്. അദാനി അറസ്റ്റ് ചെയ്യാൻ അമേരിക്ക കോടതി ഉത്തരവിട്ടു. ആ അറസ്റ്റ് കാത്തിരിക്കുന്ന അദാനി മുങ്ങി നടക്കുകയാണ്. പ്രധാനമന്ത്രിയും അദാനിയും തമ്മിലുള്ള ബന്ധം രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്തും പുറത്തും ഒരു പരമാധികാര റിപ്പബ്ലിക്കായിരുന്നു. ആ ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഭരണഘടനയെക്കുറിച്ചും ഒരു ചർച്ച വേണമെന്ന് കോൺഗ്രസാണ് ആവശ്യപ്പെട്ടത്. ആ ആവശ്യം അംഗീകരിക്കാൻ ഭരിക്കുന്ന പാർട്ടി തയ്യാറായില്ല. പക്ഷെ അദാനി വിഷയം ആളിക്കത്തുന്നു എന്ന് 2 മണിക്കൂർ അംഗങ്ങൾ കേട്ടിരിക്കേണ്ട ഗതികേട് വന്നു. അതിനകത്തെല്ലാം അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കുന്ന പ്രസംഗമാണ് നടത്തിയത്. മഹാത്മാഗാന്ധിയെ ആ ഭരണഘടനാ ചർച്ചയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് രാജ്യസഭയിൽ അമിത്ഷാ പറഞ്ഞു, കോൺഗ്രസിന്റെ ജോലി നേരം എടുത്താൽ നാഴികയ്ക്ക് 40 വട്ടം അംബേദ്കർ 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 എന്ന് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് നടക്കുകയാണ്. നിങ്ങളോട് ഞാൻ പറയാം, അഭിമാന ഭാജനമാണ് ഡോക്ടർ BR അംബേദ്കർ.
അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ 2 ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ്. അദ്ദേഹം ഒരു നിയമ പണ്ഡിതനാണ്. അദ്ദേഹം ഒരു നവോത്ഥാന നായകനാണ്. അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഈ രാഷ്ട്രശാസ്ത്രത്തിൽ ഡിഗ്രി നേടിയതാണ്, മാസ്റ്റർ ഡിഗ്രി നേടിയതാണ്, ഡോക്ടറേറ്റ് നേടിയതാണ്. അമേരിക്കയിൽ നിന്ന് അദ്ദേഹം പിന്നെ പോയത് ലണ്ടനിലേക്കാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, നമുക്കറിയാം VK കൃഷ്ണമേനോൻ അടക്കം നമ്മുടെ മഹാരഥന്മാരായ ഒരുപാട് ആളുകൾ, KR നാരായൺ അടക്കം പഠിച്ച ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അദ്ദേഹം പോയി. അവിടുന്ന് എക്കണോമിക്സിലും അതുപോലെ തന്നെ ഡോക്ടറേറ്റ് നേടി. അവസാനം ഡോക്ടറേറ്റുകളുടെ ഒരു ചാകരയാണ് അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം. അതാ ഞാൻ പറഞ്ഞത്, ഇത്ര വലിയ ഒരു പണ്ഡിതൻ ലോകത്തുണ്ടായിട്ടില്ല, ഇത്ര വലിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ഉണ്ടായിട്ടില്ല. പഠിക്കുന്ന കാലത്ത് ജാതി വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ അദ്ദേഹം ചാക്കുമായിട്ടാണ് സ്കൂളിൽ പോയിരുന്നത്. മുന്നോക്ക ജാതിക്കാരുടെ ബെഞ്ചുകളിൽ ഇരിക്കാൻ അനുവാദം കൊടുക്കാതെ വന്നപ്പോ ക്ലാസിന്റെ ഒരു മൂലയിൽ ഒരു ചാക്കിനകത്ത് അദ്ദേഹം ഇരുന്നു. പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കാൻ അനുവദിക്കില്ല, ആ പൊതുസ്ഥലത്ത് ഈ ദളിതൻ പോകാൻ അനുവദിക്കില്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും സഹിച്ച അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവും മിടുക്കുമുണ്ട് അദ്ദേഹം ഒരു വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായി മാറി, ഒരു നിയമ പണ്ഡിതനായി മാറി, ഒരു നവോത്ഥാന നായകനായി മാറി, ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി മാറി. 1947 മുമ്പ് അദ്ദേഹം ശക്തമായി ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാട്ടം നടത്തി. നമുക്കറിയാം, ഈ രാജ്യത്ത് ഹിന്ദുമതം അല്ലെങ്കിൽ ഇന്ന് ഹിന്ദുമതത്തെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ആ സനാതന ധർമ്മത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന RSS, സംഘപരിവാർ, BJP, ആ ശക്തികൾ ഇന്ന് പരസ്യമായി ജാതിക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ, ഈ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ് മനുസ്മൃതി. ആ മനുസ്മൃതിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഭരണഘടനയായി അംഗീകരിക്കേണ്ടത് എന്ന് വാദിച്ചവരാണ് RSSകാർ. സംഘമായി ആ ഭരണഘടന, RSSന്റെ ഭരണഘടന, സംഘപരിവാറിന്റെ ഭരണഘടന പരസ്യമായി കത്തിക്കാൻ ധൈര്യം കാണിച്ച തീരോത്താതമായ നേതൃത്വമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ അംബേദ്കർ. മറ്റാർക്കും ആ ധൈര്യമുണ്ടായില്ല. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാകണമെന്ന കാഴ്ചപ്പാട് വെച്ചു പുലർത്തിയ ശ്രീ അംബേദ്കർ ആ മനുസ്മൃതി എന്ന് പറയുന്ന ഹൈന്ദവ മേധാവിത്വത്തിന്റെ മേലാളന്മാരുടെ ഭരണഘടന ചുട്ടുചാമ്പലാക്കി. ഈ 1927 ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ അങ്ങനെ ഒരുപാട് വിപ്ലവകരമായ പരിവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ, വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, പിന്തുടർച്ചാവകാശം, അതൊക്കെ കാലോചിതമായി പരിഷ്കരിക്കണം. അംബേദ്കർ ഒരു ചെറിയ കാലം മാത്രമേ കോൺഗ്രസിൽ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെതായ ഒരു പാർട്ടി ഉണ്ടാക്കി, ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി. ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സാമൂഹ്യ പരിഷ്കരണ നടപടികൾക്ക് ആക്കം വർദ്ധിപ്പിച്ചു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. കലാപം പൊട്ടിപ്പുറപ്പെട്ടു, ഹിന്ദു മുസ്ലിം കലാപം. ആ കലാപത്തിനെതിരെ മഹാത്മാഗാന്ധി നവഖാലിയിൽ യാത്ര നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര ജനകീയ റിപ്പബ്ലിക്കായി മാറണം, എല്ലാവർക്കും നീതി കിട്ടണം, എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, എല്ലാവർക്കും സമത്വം വേണം, എല്ലായിടത്തും സാഹോദര്യം വേണം, മതേതരത്വമാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ആ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമാണ് നമ്മളൊരു ഭരണഘടനയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിൽ 386 അംഗങ്ങളുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ചു. ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് പേര് കൊടുത്തത് ജവഹർലാൽ നെഹ്റു ആണ്. എല്ലാവരുമായി കൂട്ടായി ആലോചിച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റു ആ പേര് കൊടുത്തത്. ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 2 വർഷം 11 മാസം 18 ദിവസം നമ്മുടെ ഭരണഘടന തയ്യാറാക്കുന്ന ജോലിയിൽ വ്യാപൃതരായി. ലോകത്തെ പല രാജ്യങ്ങളിലെയും ഭരണഘടന പരിശോധിച്ചു. അതിൽ നിന്ന് സ്വാംശീകരിക്കാൻ കഴിയുന്ന നല്ല വശങ്ങൾ സ്വാംശീകരിച്ചു. അങ്ങനെയാണ് ആ ഭരണഘടനയ്ക്ക് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ ഒരു ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാനെ നിയോഗിച്ചത്. ആ ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. 114 ദിവസം കൊണ്ടാണ് ആ കരട് പട്ടിക തയ്യാറാക്കി. ആ പട്ടിക 1949 നവംബർ 26 പ്രസിദ്ധീകരിച്ചു. ആ കരട് പട്ടികയാണ്
പിന്നീട് ഔദ്യോഗികമായി ഇന്ത്യയുടെ ഭരണഘടനയായി മാറിയത്. നമുക്കറിയാം, ആ ഭരണഘടനയുടെ പ്രിയാമ്പിൾ, ആമുഖം, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ആത്മാവാണ്, ഭരണഘടനയുടെ ആത്മാവാണ്. അതിൽ അദ്ദേഹം 5 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 1 നീതി, 2 സ്വാതന്ത്ര്യം, 3 സമത്വം, 4 സാഹോദര്യം, 5 മതേതരത്വം. ആ 5 കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വീണ എല്ലാ പൗരനും രാഷ്ട്രീയമായി, സാമൂഹ്യമായി, സാമ്പത്തികമായി നീതി കിട്ടേണ്ട ഒരു ഭരണഘടന. അത്തരം ഒരു ഭരണഘടനയാണ് ശ്രീ അംബേദ്കർ ഉണ്ടാക്കിയത്. അതുകൊണ്ട് കോൺഗ്രസുകാരനല്ലാത്ത അംബേദ്കറെ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ ഇന്ത്യയുടെ 1ാമത്തെ നിയമകാര്യ മന്ത്രിയായി നിയോഗിച്ചു. 1947 ജവഹർലാൽ നെഹ്റുവിന്റെ ക്യാബിനറ്റിൽ ഇന്ത്യയുടെ 1ാമത്തെ നിയമമന്ത്രിയായ അംബേദ്കർ 51 ഇന്ത്യയുടെ പാർലമെന്റിൽ ഹിന്ദു കോഡ് കൊണ്ടുവന്നു. ഹിന്ദു കോഡ് RSSനെതിരാണ്, ഹിന്ദു കോഡ് ജനസംഘത്തിനെതിരാണ്, ഹിന്ദു കോഡ് ഇന്നത്തെ BJPക്കെതിരാണ്. അതിനെതിരെ ഗോൾവാൾക്കർ പരസ്യമായി ഓർഗനൈസർ ലേഖനം എഴുതി അംബേദ്കറിനെ അപമാനിച്ചു, അവഹേളിച്ചു. ഞങ്ങളുടെ ഭരണഘടനയായ മനുസ്മൃതി ചുട്ടരിച്ചവൻ രാജ്യദ്രോഹിയാണെന്ന് വിളിച്ചു. ആ അംബേദ്കറിനെ അന്ന് മുതൽ മനസ്സിൽ വിരോധവും പേര് നടക്കുന്നു. പക്ഷേ ഹിന്ദു കോഡിനെതിരെ രാജ്യവ്യാപകമായി പ്രക്ഷോഭണം വന്നപ്പോ പാർലമെന്റ് അത് തൽക്കാലം അവതരിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു. ഹിന്ദു കോഡ് നിയമമാക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം കേന്ദ്രത്തിന്റെ നിയമമന്ത്രി സ്ഥാനം രാജിവെച്ചു. മഹാത്മാഗാന്ധിയുമായി പല കാര്യങ്ങളിലും അംബേദ്കറിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതൊക്കെ അഭിപ്രായ വ്യത്യാസത്തിന് ആശയപരമായ കാരണങ്ങളുണ്ട്, ജവഹർലാൽ നെഹ്റുവായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്നും മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ ഇങ്ങനെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം കൊടുത്ത് അദ്ദേഹത്തെ ഈ രാജ്യം ആദരിച്ചത്. ആ അംബേദ്കറിനെയാണ് ഇപ്പോ പാർലമെന്റിനകത്ത് വളരെ മോശമായി ചിത്രീകരിച്ച് അദ്ദേഹത്തെ അപമാനിച്ച്, അവഹേളിച്ച്, അപകീർത്തിപ്പെടുത്താൻ RSSന്റെ നേതാവ്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയാൻ നമുക്ക് അപമാനമാണ് ആ അമിത്ഷാ ഇന്നവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, എത്ര ഹീനമായ നടപടിയാണ്. ഭരണഘടനാ ശില്പിയെ അപമാനിക്കേണ്ട, അദ്ദേഹത്തിന്റെ പേരുച്ചരിക്കേണ്ട എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 400+ കിട്ടിയ എന്താ BJP പറഞ്ഞത്? എല്ലായിടത്തും എന്താ പറഞ്ഞത്? 400+ കിട്ടിയാൽ ഇന്ത്യയുടെ ഭരണഘടന ഞങ്ങൾ തിരുത്തി എഴുതും. 400+ കിട്ടിയാൽ ഇന്ത്യയുടെ ഭരണഘടന ആമുഖം ഞങ്ങൾ പിച്ചു ചീന്തും. അപ്പോ BR അംബേദ്കറോടുള്ള സ്നേഹം, മമത, വാത്സല്യം ആ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്തവണ 400+ കിട്ടിയിരുന്നെങ്കിൽ അംബേദ്കർ എഴുതി തയ്യാറാക്കി ഉണ്ടാക്കിയ ഭരണഘടന അറബിക്കടൽ വലിച്ചെറിഞ്ഞേനെ. ഇത്തവണ 400+ കിട്ടിയിരുന്നെങ്കിൽ ഭരണഘടനയുടെ ആമുഖം പിച്ചു ചീന്തുമായിരുന്നു. പിന്നിവിടെ നീതിയില്ല, പിന്നിവിടെ സ്വാതന്ത്ര്യമില്ല, പിന്നിവിടെ സമത്വമില്ല, പിന്നിവിടെ സാഹോദര്യമില്ല, പിന്നെ മതേതരത്വമില്ല. ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമായി മാറും. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള മൗലികമായ അവകാശങ്ങൾ, ആ അവകാശങ്ങളെ പിച്ചു ചീന്താനാണ് ഭരണഘടനയുടെ ആമുഖം തിരുത്തുന്നത്, ഭരണഘടന തന്നെ മാറ്റുന്നത്. ഭരണഘടനയ്ക്ക് എത്ര വേണമെങ്കിലും ഭേദഗതി കൊണ്ടുവരാം. ഇപ്പൊ ഏതാണ്ട് 120ഓളം ഭേദഗതികൾ വന്നു. പക്ഷേ കേശവാനന്ദ ഭാരതി കേസ് അറിയാമല്ലോ, ഇടനീർമണത്തിന്റെ കേസ് അറിയാമല്ലോ. ആ കേസിലാണ് ആർട്ടിക്കിൾ 14 വേണ്ടിയുള്ള പോരാട്ടം. The state shall not deny to any person equality before law or equal protection of the law within the territory of India. ലോകത്തെ മുഴുവൻ നിയമവിദ്യാർത്ഥികൾക്കും ഇന്ത്യ ഒരു മാതൃകയായി മാറേണ്ട ഒരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളായ മതേതരത്വവും ജനാധിപത്യവും മൗലികമായ അവകാശങ്ങളും ഒരിക്കലും ഭേദഗതി ചെയ്യാൻ ഒരു കാലത്തും പാർലമെന്റിന് അധികാരമില്ലെന്ന് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്.
എന്നിട്ടും 400+ കിട്ടിയാൽ ഞങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഭേദഗതി ചെയ്യുമെന്നാ പറഞ്ഞേ. ഇപ്പൊ എന്താ പറ്റിയത്? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷമില്ല, പാർലമെന്റിലും ഇല്ല. ലോക്സഭയില് രാജ്യ ഡിവിഷൻ ആരംഭിച്ചു. ഡിവിഷൻ ആവശ്യപ്പെട്ടു. 198 വോട്ട് പ്രതിപക്ഷത്തിന്, 290 വോട്ട് ഭരണപക്ഷത്തിന് കേവല ഭൂരിപക്ഷം പോലും തെളിയിക്കാൻ ഓൺ കൺട്രി ഓൺ ഇലക്ഷനിൽ പാർലമെന്റിലെ ഡിവിഷൻ വോട്ടെടുപ്പിൽ കഴിഞ്ഞില്ല. പിന്നെയാണോ നിങ്ങൾ 3-2 ഭൂരിപക്ഷം കൊണ്ടുവരുന്നത്? അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന മാറിയാൽ ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകും. ഇന്ത്യയുടെ ഭരണഘടന മാറിയാൽ ഈ രാജ്യത്ത് ഏകീകൃതമായ സിവിൽ കോഡ് വരും. ഈ രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ടുവരും. അതിന് ഭരണഘടനയാണ് തടസ്സം, അതിന് അംബേദ്കറാണ് തടസ്സം. അതുകൊണ്ട് തങ്ങളുടെ അന്തരാളങ്ങളിൽ നിന്ന് അംബേദ്കറിനെയുള്ള രോഷാഗ്നി ആളിക്കത്തിയതിന്റെ പ്രതിഫലനമാണ് രാജ്യസഭയിൽ അംബേദ്കറിനെ അപമാനിച്ചുകൊണ്ട് ശ്രീ അമിത്ഷാ നടത്തിയ പ്രസംഗം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായി അദ്ദേഹത്തെ ചുമക്കേണ്ട ഗതികേട് നമുക്ക് വന്നിരിക്കുകയാണ്. ജനാധിപത്യത്തിൽ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം ഒരു നിർണായകമായ ഘടകമാണ്. ഭൂരിപക്ഷമുണ്ടെന്ന് പറഞ്ഞ് ആരെയും ചുമക്കേണ്ട ഗതികേട് ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് വന്നുപോയത് കൊണ്ട് അമിത്ഷായെ ചുമക്കുന്നു. ആ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ അദ്ദേഹം രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. ഇന്ത്യയുടെ നവോത്ഥാന നായകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അതുപോലെ തന്നെ ഈ ഭരണഘടനാ ശില്പി, ഭാരതരത്നം നേടി രാജ്യം ആദരിച്ച ആ അംബേദ്കറിനെ അപമാനിച്ച അമിത്ഷാ മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ, അദ്ദേഹം രാജിവെച്ച് ഒരു ധാർമ്മികത തെളിയിക്കാൻ തയ്യാറാകണം. ഈ സമരം ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും 26-ാം തീയതി ഡൽഹിയിലേക്ക് പോകുന്നു, 27-ാം തീയതി രാവിലെ ബൽഗാവിലേക്ക് പോകുന്നു. മഹാത്മാഗാന്ധി 1 വർഷം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു. ആ 1 വർഷക്കാലം അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നതിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്നത് ബൽഗാവിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത സ്ഥലത്താണ്. 27-ാം തീയതി 26-ന് വർക്കിംഗ് കമ്മിറ്റി, 27-ാം തീയതി വിപുലമായ കൺവെൻഷൻ, വൈകിട്ട് റാലി. ഇന്ത്യ മൊത്തം ബൽഗാവിലെത്തുന്നു. അവിടെ ആ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യം ആസകലം അംബേദ്കറിനെ അപമാനിച്ച അമിത്ഷാ രാജിവെക്കാൻ ശക്തമായ പ്രക്ഷോഭവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. AICCയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പെട്ടെന്ന് വിളിച്ചുകൂട്ടിയ ഈ കളക്ടറേറ്റ് മാർച്ച്, ആ മാർച്ച് നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, ഇതിനുശേഷം നിവേദനം കലക്ടർക്ക് സമർപ്പിക്കും. മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഹക്കീമുദ്ദീൻ അവர்களுം APCC സെക്രട്ടറി അവர்களுമെല്ലാം ഈ സംസാരിച്ചത് അറിയിക്കുന്നു. ഇനി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ യൂണിറ്റ് കൺവീനർ